ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഭാരത കഥകളിൽ പാണ്ഡവരുടെയും കൗരവരുടെയും ജനനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാണ്ഡുവിന് ഒരു ശാപം ലഭിച്ചതും അത് പാണ്ഡുവിനെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നുള്ളതുമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മഹാഭാരത കഥകൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. അതുപോലെ അമർത്തുമ്പോൾ അതിൽ ഓൾ എന്ന് തന്നെയാണോ എനേബിളായി കിടക്കുന്നതെന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. കാരണം ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ പലർക്കും കിട്ടുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് സ്ഥിരമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. കിംദമ ശാപവും പാണ്ഡുവിൻ്റെ വിരക്തിയും. രാജാവായ പാണ്ഡു ഒരിക്കൽ ഒരു വനത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു. ആ നിബിഡ വനത്തിൽ ഹിംസ്രജന്തുക്കൾ ധാരാളമായി താമസിച്ചിരുന്നു. ആ ഭയങ്കരമായ വനത്തിലൂടെ നടന്നു നീങ്ങിയ പാണ്ഡു ഒരു മാൻ അതിൻ്റെ പേടമാനുമായി കാമക്രീഡ നടത്തുന്നത് കണ്ടു. പാണ്ഡുവാകട്ടെ ആ മാനുകളുടെ നേരെ 5 അമ്പുകൾ എയ്തുവിട്ടു. മാനുകൾക്ക് മുറിവേറ്റു. മുറിവേറ്റ മാൻ രാജാവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു: ഹേ രാജാവേ, അമിതകാമിയും ക്രോധവാനും വിവരം കെട്ടവനും പഞ്ചമഹാപാപിയുമായ ഒരുവൻ പോലും കാണിക്കാത്ത ക്രൂരതയാണ് അങ്ങ് ഞങ്ങളോട് കാണിച്ചത്. അങ്ങ് രാജാവാണ്. അതുകൊണ്ട് പാപികളെയും കള്ളന്മാരെയും ക്രൂരന്മാരെയുമെല്ലാം അങ്ങേക്ക് ശിക്ഷിക്കാം. എന്നാൽ നിരപരാധികളായ ഞങ്ങളെ കൊന്നിട്ട് അങ്ങേക്ക് എന്തു ലാഭമാണ് കിട്ടിയത്? ഞാൻ മാനിൻ്റെ വേഷത്തിലുള്ള കിംദമൻ എന്ന തപസ്വിയായ മുനിയാണ്. മനുഷ്യരൂപത്തിൽ കാമലീലയിൽ ഏർപ്പെടുന്നത് എനിക്ക് യോഗ്യമായി തോന്നിയില്ല. അതിനാലാണ് മാൻ രൂപം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്രകാരം ചെയ്തത്. ഈ കാട്ടിൽ ഞാൻ വിഹരിച്ച് നടന്നിട്ടുള്ളതും ഈ വേഷത്തിൽ തന്നെയാണ്. അകാരണമായി എന്നെ ഹനിക്കുന്നവന് ബ്രഹ്മഹത്യാപാപം കിട്ടേണ്ടതാണ്. എന്നാൽ ഞാൻ ഒരു മുനികുമാരനാണ് എന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ ബ്രഹ്മഹത്യാപാപം ഇല്ല തന്നെ. എന്നാൽ രതിക്രീഡയിൽ ഏർപ്പെട്ടിരുന്ന അവസ്ഥയിൽ അങ്ങ് അമ്പെയ്തിരിക്കുന്നു. അത് തികച്ചും തെറ്റാണ്. അതുകൊണ്ട് എന്നെങ്കിലും അങ്ങ് കാമാസക്തനായി പത്നിയോട് സഹവാസം ചെയ്യാൻ തുടങ്ങുമെങ്കിൽ ആ സമയത്തു തന്നെ അങ്ങ് മരിച്ചു വീഴും. അന്ന് അങ്ങയുടെ പത്നി സതി അനുഷ്ഠിക്കുകയും ചെയ്യും. ഇങ്ങനെ ശപിച്ചുകൊണ്ട് കിംദമ മുനി തൻ്റെ പ്രാണൻ ത്യജിച്ചു. ഇത് കേട്ടപ്പോൾ പാണ്ഡുവിന് വലിയ ദുഃഖം തോന്നി. അത്യന്തം ദുഃഖിതനായ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ മന്ത്രിച്ചു: എത്ര കുലീനനായിരുന്നാലും വിദ്യാസമ്പന്നനായിരുന്നാലും മനസ്സിനെ നിലയ്ക്കു നിർത്താൻ അറിഞ്ഞുകൂടാത്തവൻ അവൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ അവന് ദുർഗതി വരുത്തും. ശന്തനുപുത്രനായ എൻ്റെ അച്ഛൻ വിചിത്രവീര്യൻ അമിതമായ കാമവാസന കൊണ്ടാണ് ചെറുപ്പത്തിലെ മരിച്ചു പോയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും അദ്ദേഹത്തിൻ്റെ പുത്രനാണല്ലോ. കഷ്ടം. ഞാൻ കുലീനനാണ്, വിദ്വാനാണ്, ധീരനും വീരനുമാണ്. എങ്കിലും എൻ്റെ ബുദ്ധി കെട്ടുപോയി. അതുകൊണ്ട് ഞാൻ ഇനി ബാന്ധവമെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പൂജ്യ പിതാവ് മുനിശ്രേഷ്ഠൻ വ്യാസനെ പോലെ ജീവിതം കഴിച്ചുകൂട്ടാം. ഈ കാനനത്തിലെ ഓരോ വൃക്ഷച്ചുവട്ടിലും ഞാൻ ഓരോ ദിവസം തപസ്സിരിക്കാം. മൗനവ്രതം ആചരിച്ച് ഞാൻ ഭിക്ഷയെടുക്കാം. എൻ്റെ ഈ ശരീരം അങ്ങനെ മണ്ണടിയട്ടെ.
ഞാൻ ശോകമോഹങ്ങൾക്കുപരി വിഹരിക്കും. നിന്നയും സ്തുതിയുമെല്ലാം എനിക്ക് തുല്യമായി തീരും. ഒരു ഭക്തിപ്രകടനവും സ്നേഹപ്രകടനവും എനിക്ക് വേണ്ട. ഞാൻ ആരെയും നോക്കി ചിരിക്കുകയോ ആരോടും ദേഷ്യപ്പെടുകയോ ചെയ്യുകയില്ല. എന്നാലും ഞാൻ പ്രസന്നനായിരിക്കും. ഈ ശരീരമുള്ളിടത്തോളം കാലം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ചെയ്യും. ഒരു ചരാചരത്തിനും ഞാൻ മൂലം ഒരു ശല്യമുണ്ടാവുകയില്ല. എല്ലാ പ്രാണികളെയും ഞാൻ എൻ്റെ മക്കളായി കരുതും. അല്പം എന്തെങ്കിലും ഭക്ഷിക്കുമെങ്കിലും ഉപവാസമനുഷ്ഠിക്കും. ലാഭത്തിലും നഷ്ടത്തിലുമെല്ലാം എനിക്ക് സമദൃഷ്ടിയായിരിക്കും. എനിക്ക് ജീവിക്കാനും മരിക്കുവാനും ആഗ്രഹമില്ല. ജീവിതത്തോട് പ്രേമവുമില്ല. മരണത്തോട് യാതൊരു ദേഷ്യവുമില്ല. ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം ചെയ്തോ അതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. ഈ ചെയ്തികളെല്ലാം കാലത്തിൻ്റെ സീമയിൽ പരിമിതങ്ങളായിരുന്നു. ഞാൻ സനാതനമായ ഫലം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ അവിദ്യ വിട്ട് സർവപാപങ്ങളിൽ നിന്നും മോചിതനാകും. നിറഞ്ഞു നിൽക്കുന്ന വായു പോലെ ഞാൻ എവിടെയും വിഹരിക്കും. സൽക്കാര തിരസ്കാരങ്ങളെ കൊണ്ട് ആഗ്രഹങ്ങളെ നിറവേറ്റുന്ന വൻ പട്ടികളെ പോലെ തെരുവിൽ തെണ്ടും. ഇങ്ങനെ പല കാര്യങ്ങളും പാണ്ഡു ചിന്തിക്കുകയാണ്. പാണ്ഡു കുന്തിയോടും മാന്ത്രിയോടും ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഉടൻ തന്നെ രാജധാനിയിലേക്ക് പൊയ്ക്കൊള്ളുവിൻ. അവിടെ പോയി എൻ്റെ അമ്മയോടും മഹാനായ വിതുരരോടും ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രരോടും അമ്മൂമ്മയായ സത്യവതിയോടും മഹാനായ ഭീഷ്മരോടും ഇങ്ങനെ പറയുക: പാണ്ഡു സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞു. സന്യാസം സ്വീകരിച്ച് വനത്തിൽ തങ്ങാനുള്ള പാണ്ഡുവിൻ്റെ നിശ്ചയം മനസ്സിലാക്കിയ കുന്തിയും മാന്ത്രിയും ഇങ്ങനെ പാണ്ഡുവിനോട് പറഞ്ഞു: ആര്യപുത്ര, സന്യാസാശ്രമത്തെ കൂടാതെ വേറെയും ആശ്രമങ്ങളുണ്ടല്ലോ. അതിലൊന്ന് സ്വീകരിച്ച് തപസ്യയായി അങ്ങേക്ക് ഞങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടാം. സ്വർഗത്തിലും അങ്ങയോടൊപ്പം ഞങ്ങളും വരാം. അവിടെയും അങ്ങ് തന്നെ ഞങ്ങളുടെ ഭർത്താവാകണം. ഞങ്ങൾ രണ്ടുപേരും ഇന്ദ്രിയ സംയമനം വരുത്തി കാമം ത്യജിച്ച് അങ്ങയോടൊപ്പം തപസ്സനുഷ്ഠിക്കാം. മഹാരാജാവേ, അങ്ങ് ഞങ്ങളെ വെടിഞ്ഞാൽ ഞങ്ങൾ പ്രാണൻ വെടിയുമെന്ന കാര്യത്തിൽ അങ്ങേക്ക് യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെ തൻ്റെ പത്നിമാരുടെ ദൃഢനിശ്ചയം മനസ്സിലാക്കിയ പാണ്ഡു പറഞ്ഞു: നിങ്ങൾ രണ്ടുപേരും ധർമ്മപദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇപ്രകാരം ഒരു തീരുമാനമെടുത്തത് എന്തായാലും നന്നായി. അതുകൊണ്ട് ഞാൻ സന്യാസമല്ലാതെ വാനപ്രസ്ഥാശ്രമത്തിൽ കഴിഞ്ഞുകൂടാം. ശുഷ്കമായ ആഹാരം കഴിച്ച് വൽക്കലവും ധരിച്ച് കഠിനമായ തപസ്സിലൂടെ ഈ മഹാവനത്തിൽ തങ്ങാം. രണ്ടു നേരം കുളിച്ച് സന്ധ്യാവന്ദനവും നടത്തി അഗ്നിഹോത്രാദി യാഗങ്ങളും ചെയ്ത് മൃഗചർമ്മം പുതച്ച് ജടയും ധരിച്ച് കഴിയാം. മഞ്ഞും തണുപ്പും ചൂടുമെല്ലാം സഹിക്കാം. വിശപ്പിലോ ദാഹത്തിലോ തെല്ലും അല്ലൽപ്പെടുകയില്ല. കഠിനമായ തപസ്സുകൊണ്ട് ശരീരത്തെ ഞാൻ ശുഷ്കിപ്പിക്കും. ഏകാഗിയായി പരമാത്മചിന്തയിലിരിക്കും. കയ്യിൽ കിട്ടുന്ന പച്ചയോ പഴുത്തതോ എന്തെങ്കിലും കഴിക്കും. ഫലമൂലാദികളും മറ്റും കൊണ്ട് പിതൃക്കളെ തൃപ്തിപ്പെടുത്തും. ഒരു വനവാസിക്കും ഒരു കഷ്ടപ്പാടും ഞാൻ ഉണ്ടാക്കുകയില്ല. ഗ്രാമവാസികളുമായി ഞാൻ ബന്ധപ്പെടുകയില്ല. ഇപ്രകാരം വാനപ്രസ്ഥാശ്രമത്തിലെ കഠിനവുമായ അനുഷ്ഠാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ മരണം പോകും. തൻ്റെ ഭാര്യമാരോട് ഇത്രയും പറഞ്ഞ പാണ്ഡു തൻ്റെ സ്വർണ്ണ കിരീടവും രത്നമാലയും തോൾ വളകളും കുണ്ഡലങ്ങളും ഭാര്യമാരുടെ ആഭരണങ്ങളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. എന്നിട്ട് അവരോടും പറഞ്ഞു: ഹേ ബ്രാഹ്മണരെ, നിങ്ങൾ ഹസ്തിനപുരത്തു പോയി ഇപ്രകാരം പറയുക: പാണ്ഡു അർത്ഥവും കാമവും ഉപേക്ഷിച്ച് പത്നി സമേതനായി വനവാസിയായിരിക്കുന്നു എന്ന്. രാജാവിൻ്റെ
ഇപ്രകാരത്തിലുള്ള വാക്കുകൾ കേൾക്കാനിടയായ ബ്രാഹ്മണർ ഇങ്ങനെ പറഞ്ഞു, അയ്യോ, ഇതെന്താണ്? അങ്ങ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങൊരിക്കലും ഈ വിധം ചെയ്യരുതേ. ഇങ്ങനെ പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. എങ്കിലും അവർ രാജകൽപ്പന അനുസരിക്കുവാൻ ബാധ്യസ്ഥരായതുകൊണ്ട് കിട്ടിയ സമ്മാനങ്ങളുമായി അവർ ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു. എല്ലാ വസ്തുക്കളും അവർ ധൃതരാഷ്ട്രരുടെ മുമ്പിൽ അടിയറ വെച്ച് കാര്യങ്ങൾ വിശദമായി ധരിപ്പിച്ചു. സഹോദരനെ സംബന്ധിക്കുന്ന ആ വാർത്ത കേട്ടപ്പോൾ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർ വളരെയധികം ദുഃഖിക്കുകയാണ്. ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് എഴുന്നേൽക്കണമെന്ന് തോന്നും, എഴുന്നേൽക്കുമ്പോൾ ഇരിക്കണമെന്നും, ഉറങ്ങുമ്പോൾ ഉണരണമെന്ന് തോന്നും. അങ്ങനെ വിശപ്പും ദാഹവുമൊക്കെ അദ്ദേഹത്തിന് ഇല്ലാതായി, ഉറക്കമില്ലാതെയായി. സഹോദരൻ്റെ ചിന്തയിൽ ധൃതരാഷ്ട്രരുടെ മനം ഉരുകി. പത്നിമാരോടൊപ്പം പാണ്ഡു മലകൾ കയറിയിറങ്ങി ഗന്ധമാൻവ പർവ്വതത്തിൽ എത്തിച്ചേർന്നു. കിഴങ്ങും കായ്കനികളും ഭുജിച്ച് അങ്ങനെ അവർ കഴിഞ്ഞുകൂടി. വെറും തറയിൽ കിടന്നുറങ്ങി. വലിയ വലിയ ഋഷിമാരും സിദ്ധന്മാരും പാണ്ഡുവിനെ സഹായിക്കാനെത്തി. പാണ്ഡു തൻ്റെ പ്രയാണം തുടർന്നു. ഇന്ദ്രദ്യുമനം എന്ന തടാകം കടന്ന് ഹംസകൂട ശിഖിരവും താണ്ടി അവർ ശതശൃംഗ പർവ്വതത്തിൽ എത്തിച്ചേർന്നു. അവിടെ തപസ്സനുഷ്ഠിക്കുവാൻ തുടങ്ങി. അവിടെ സിദ്ധ യക്ഷ കിന്നരന്മാർ പാണ്ഡുവിനെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും തുടങ്ങി. മഹാത്മാവായ പാണ്ഡുവാകട്ടെ അവരുടെ സേവകനായി കഴിഞ്ഞുകൂടി. ഒരു സിദ്ധൻ പാണ്ഡുവിനെ സഹോദരനായി കണക്കാക്കിയെങ്കിൽ മറ്റൊരുവൻ സുഹൃത്തായി കണക്കാക്കി. വേറെ ചിലർ പുത്രവാത്സല്യം കാണിച്ചു. അങ്ങനെ പാണ്ഡു തൻ്റെ 2 ഭാര്യമാരോടും കൂടി തപസ് തുടരുകയാണ്. അങ്ങനെ ഒരു ദിവസം വെളുത്ത വാവായിരുന്നു. മഹാന്മാരായ ഋഷിപുങ്കവന്മാരും മഹർഷിമാരും ബ്രഹ്മാവിനെ സന്ദർശിക്കുന്നതിനായി ബ്രഹ്മലോകത്തേക്ക് പോകുവാനായി തീരുമാനിക്കുന്നു. പാണ്ഡു മഹർഷിമാരോട് ചോദിച്ചു, ഭവാന്മാർ എങ്ങോട്ടാണ് എഴുന്നള്ളുന്നത്? ബ്രഹ്മലോകത്തേക്കാണ് ഋഷിമാർ പോകുന്നത് എന്നറിഞ്ഞ പാണ്ഡു ഭാര്യമാരോടൊപ്പം അവരെ പിന്തുടർന്നു. പാണ്ഡു പത്നിമാരോടൊപ്പം ഋഷിമാരെ അനുഗമിക്കുന്നത് കണ്ട് അവർ പറഞ്ഞു, ഹേ രാജൻ, അത്യന്തം ക്ലേശകരമാണ് ഈ വഴി. കുണ്ടും കുഴിയുമുണ്ട്. അപ്സരസുകൾ വിമാനങ്ങളിൽ വന്നിറങ്ങുന്ന വഴിയാണ്. കുന്നിലും കുഴിയിലും ഉദ്യാനങ്ങളുണ്ട്. നദികളുടെ ഉത്ഭവ സ്ഥലങ്ങളുണ്ട്. ഭയാനകങ്ങളായ പർവ്വതങ്ങളും ഗുഹകളുമുണ്ട്. മഞ്ഞുമലയുണ്ട്. അവിടെ വൃക്ഷലതാദികളില്ല. മാൻപേടകളും പക്ഷിമൃഗാദികളും ഒന്നും അവിടെയില്ല. പക്ഷികൾക്ക് പോലും പറന്നുയരാൻ പറ്റാത്ത ഭൂപ്രകൃതിയാണ് അവിടെ. സിദ്ധന്മാരും ഋഷിമാരും വായുവും മാത്രമേ ഈ വഴി പോകാറുള്ളൂ. ഈ ദുർഘട മാർഗത്തിലൂടെ രാജകുമാരിമാരായ കുന്തിയും മാന്ത്രിയും എങ്ങനെ നടന്നു നീങ്ങും? അതുകൊണ്ട് അങ്ങ് പത്നിമാരോടൊപ്പം തിരിച്ചു പോവുക. ഇത് കേട്ടപ്പോൾ പാണ്ഡു പറഞ്ഞു, കാര്യം എനിക്ക് മനസ്സിലായി. പുത്രന്മാരില്ലാത്തവന് സ്വർഗവാതിൽ അടഞ്ഞതാണ്. ഈ ചിന്ത ഇപ്പോൾ എന്നെ വ്യാകുലനാക്കുന്നു. പിതൃക്കളുടെ കടം, ദേവന്മാരുടെ കടം, ഋഷിമാരുടെ കടം, മനുഷ്യകടം എന്നിങ്ങനെ 4 കടങ്ങൾ ഉൾക്കൊണ്ടാണ് മനുഷ്യൻ ജന്മമെടുക്കുന്നത്. യജ്ഞം കൊണ്ട് ദേവതകൾക്കുള്ള കടം വീട്ടാം. വേദപഠനം കൊണ്ടും തപസ്സുകൊണ്ടും ഋഷിമാരുടെ കടം വീട്ടാം. ശ്രാദ്ധമാചരിച്ചും സന്താനസിദ്ധി കൊണ്ടും പിതൃക്കളുടെ കടം വീട്ടാം. പരോപകാരം കൊണ്ട് മനുഷ്യരുടെ കടം വീട്ടാം. ഇതിൽ 3 കടങ്ങൾ എനിക്ക് വീട്ടാൻ സാധിക്കും. പക്ഷേ 4ാമത്തെ കടമായ പിതൃകടം എനിക്ക് വീട്ടാൻ സാധിക്കില്ല.
പുത്രന്മാരില്ലാത്ത എന്നിൽ പിതൃകടം പതിച്ചിരിക്കുന്നു. ഇനി എനിക്കൊന്നേ ചെയ്യാൻ പറ്റുകയുള്ളൂ. എൻ്റെ ഭാര്യമാരിലൂടെ എനിക്ക് പുത്രനുണ്ടാകണം. പാണ്ഡുവിൻ്റെ ഈ ദൈന്യഭാവം കണ്ട് ഋഷിമാർ പറഞ്ഞു, ഹേ ധർമാത്മാവേ, അങ്ങേക്ക് ദേവതുല്യന്മാരായ പുത്രന്മാരുണ്ടാകുമെന്ന് ഞങ്ങൾ ദിവ്യദൃഷ്ടി കൊണ്ട് കാണുന്നു. അങ്ങ് ഈശ്വരീയമായ സങ്കല്പത്തെ മുറുകെ പിടിക്കുക. അങ്ങയുടെ മനോരഥം സഫലമാകും. ഇത് കേട്ടപ്പോൾ പാണ്ഡവും ഭാര്യമാരും തിരിഞ്ഞു നടന്നു. ഋഷിമാർ മുമ്പോട്ട് നടന്നു നീങ്ങി. ഒരു ദിവസം പാണ്ഡു തൻ്റെ ധർമ്മപത്നിയായ കുന്തിയോട് പറഞ്ഞു, പ്രിയതമേ, നീ പുത്രലാഭത്തിന് വേണ്ടി പരിശ്രമിക്കുക. ഇത് കേട്ടപ്പോൾ കുന്തി പറഞ്ഞു, ആര്യപുത്ര, ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് അതിഥികളെ സൽക്കരിച്ച് ഉപചരിക്കുന്ന ജോലി എനിക്കായിരുന്നു. അക്കാലത്ത് ഒരിക്കൽ ദുർവാസാവ് മഹർഷിയെ പരിചരിക്കുവാൻ എനിക്ക് അവസരം കിട്ടി. എൻ്റെ ശുശ്രൂഷയിൽ ദുർവാസാവ് മഹർഷി സംപ്രീതനായി. അദ്ദേഹം എനിക്ക് മന്ത്രം ചൊല്ലിത്തന്നിട്ട് പറഞ്ഞു, നീ ഈ മന്ത്രം ചൊല്ലി ഏതു ദേവനെ ആവാഹിക്കുന്നുവോ ആ ദേവൻ നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിനക്ക് അധീനനാകും. അവൻ നിനക്ക് സന്താനത്തെ നൽകും. ഈ കാര്യങ്ങളൊക്കെ കുന്തി തൻ്റെ ഭർത്താവായ പാണ്ഡുവിനോട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, അങ്ങ് കൽപ്പിച്ചാൽ മാത്രം മതി. മന്ത്രം ഞാൻ ചൊല്ലി ആ ദേവന്മാരെ ആവാഹിക്കാം. അവരിൽ നിന്നും എനിക്ക് പുത്രനുണ്ടാകും. ദയവായി അങ്ങ് പറഞ്ഞാലും ഞാൻ ഏതു ദേവനെയാണ് ആവാഹനം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പാണ്ഡു പറയുകയാണ്, നീ ധർമ്മരാജനെ ആവാഹനം ചെയ്യുക. ധർമ്മരാജൻ 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്, പുണ്യാത്മാവാണ്. അദ്ദേഹത്തിലൂടെ ജനിക്കുന്ന പുത്രൻ ധാർമ്മികനായിരിക്കും. ഇങ്ങനെ പറഞ്ഞപ്പോൾ കുന്തി ധർമ്മരാജനെ സ്മരിച്ചു. പൂജാ പുരസ്സരം ദുർവാസാവ് വരമായി കൊടുത്ത മന്ത്രം ഉരുവിട്ടു. ആ മന്ത്രത്തിൻ്റെ പ്രഭാവം കൊണ്ട് ധർമ്മരാജൻ സൂര്യസമാനം ശോഭിക്കുന്ന വിമാനത്തിലേറി കുന്തിയുടെ സമീപം വന്നു. പുഞ്ചിരി തൂകിക്കൊണ്ട് ധർമ്മരാജൻ ചോദിച്ചു, കുന്തി, പറഞ്ഞുകൊള്ളുക, ഞാൻ നിനക്ക് എന്തു വരമാണ് നൽകേണ്ടത്? ഇത് കേട്ടപ്പോൾ കുന്തി പറയുകയാണ്, അങ്ങെനിക്ക് പുത്രദാനം തന്നാലും. തുടർന്ന് യോഗമൂർത്തിയായ ധർമ്മരാജന്റെ സംയോഗത്തിലൂടെ കുന്തി ഗർഭിണിയാകുന്നു. യഥാകാലം പ്രസവിക്കുകയും ചെയ്തു. ശുക്ലപക്ഷത്തിലെ 5-ാം ദിവസത്തിലെ അഭിജിത്ത് മുഹൂർത്തമായിരുന്നു കുട്ടിയുടെ ജനന സമയം. സൂര്യൻ ആ സമയം തുലാം രാശിയിലായിരുന്നു. കുട്ടി ജനിച്ച ഉടനെ തന്നെ ഇവൻ അത്യുത്തമൻ ആയിരിക്കും എന്ന് അശരീരി ഉണ്ടായി. ഇവൻ രാജാവാകുമെന്നും അരുളപ്പാടുണ്ടായി. പാണ്ഡുവിൻ്റെ ഈ പ്രഥമ പുത്രൻ്റെ പേര് യുധിഷ്ഠിരൻ എന്ന് ആണ്. കുറേ നാൾ കഴിഞ്ഞ് രാജാവായ പാണ്ഡു വീണ്ടും കുന്തിയോട് പറഞ്ഞു, ഹേ പ്രിയേ, ക്ഷത്രിയന്മാർക്ക് ബലമാണ് മുഖ്യം. അതുകൊണ്ട് ബലവാനായ പുത്രനെ നീ പ്രസവിക്കുക. അങ്ങനെ പാണ്ഡുവിൻ്റെ നിർദ്ദേശാനുസരണം കുന്തി വായു ഭഗവാനെ ആവാഹനം ചെയ്തു. മഹാബലശാലിയായ വായുദേവൻ അവിടെ എത്തി കുന്തിയെ പ്രാപിച്ചു. അതിലൂടെ മഹാബലശാലിയായ ഭീമസേനന് ജന്മം നൽകി. ഭീമൻ ജനിച്ച കാലത്ത് ഒരു അസാധാരണ സംഭവം ഉണ്ടായി. ഭീമൻ കുന്തിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഈ അവസരത്തിൽ അവിടെ ഒരു കരടി വന്നു. ഭയന്നു കുന്തി ചാടി എഴുന്നേറ്റു. പക്ഷേ കുട്ടി മടിയിൽ കിടക്കുന്നത് കുന്തി ഓർത്തില്ല. തെറിച്ചു വീണ കുട്ടി ഒരു പാറയിലാണ് വീണത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പാറ തവിടുപൊടിയായിപ്പോയി. ഇത് കണ്ടപ്പോൾ പാണ്ഡു പോലും വിസ്മയിച്ചു പോയി. ഭീമസേനൻ ജനിച്ച അതേ ദിവസം തന്നെയാണ് ദുര്യോധനനും ജനിച്ചത്. ഈ ഭുവനത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായി കരുതപ്പെടാവുന്ന ഒരു പുത്രൻ തനിക്ക് ജനിക്കണമെന്ന് പാണ്ഡുവിന് മോഹമുണ്ടായി. ദേവതമാരിൽ സർവശ്രേഷ്ഠൻ ഇന്ദ്രനാണ്.
ഇന്ദ്രൻ പ്രസാദിച്ചാൽ അദ്ദേഹത്തിൽ നിന്നും സർവശ്രേഷ്ഠനായ പുത്രനെ എനിക്ക് ലഭിക്കും. ഈ ചിന്തയോടുകൂടി പാണ്ഡു കുന്തിയെ 1 വർഷത്തോളം വ്രതം ഇരിക്കാനായി പറഞ്ഞു. തുടർന്ന് ഒറ്റക്കാലിൽ സൂര്യന് അഭിമുഖമായി നിന്ന് പാണ്ഡു തപസ്സു ചെയ്തു. ആ ഉഗ്ര തപസ്സിൽ സന്തുഷ്ടനായ ദേവേന്ദ്രൻ പാണ്ഡുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം അറിയിച്ചു, ശത്രുക്കളെ കണ്ണുനീരു കുടിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ശ്രേഷ്ഠ പുത്രനെ ഞാൻ നിനക്കു നൽകാം. ഇന്ദ്രന്റെ വചനം പാണ്ഡുവിന് വളരെയധികം സന്തോഷമായി. ആനന്ദത്തിൻ്റെ ആവേശത്താൽ പാണ്ഡു കുന്തിയോട് പറഞ്ഞു, ഹേ പ്രിയതമേ, നീ ഇനി മന്ത്രം ചൊല്ലി ഇന്ദ്രനെ ആവാഹിക്കുക. കുന്തി പാണ്ഡുവിൻ്റെ നിർദ്ദേശമനുസരിച്ചു. ദേവരാജനായ ഇന്ദ്രൻ കുന്തിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അർജുനന് ജന്മം നൽകി. ആ വേളയിൽ ആകാശത്തെ പോലും പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിൽ ഗംഭീരമായ ഒരു അശരീരി ഉണ്ടായി. ഹേ കുന്തി, ഈ ബാലൻ കാർത്തവീരാർജുനനും ഭഗവാൻ ശങ്കരനും തുല്യനായ ഒരു പരാക്രമിയായിരിക്കും. ഇന്ദ്രതുല്യനായ ഇവന് ഒരിക്കലും ഒരിടത്തും പരാജയമുണ്ടാവുകയില്ല. ഇവരിലൂടെ നിന്റെ യശസ് വർദ്ധിക്കും. വിഷ്ണു ഭഗവാൻ തൻ്റെ മാതാവായ അതിഥിയെ പ്രസന്നയാക്കിയിരുന്നതുപോലെ നിന്നെ ഇവൻ സന്തോഷിപ്പിക്കും. സമസ്ത രാജാക്കന്മാരെയും സാമന്തന്മാരാക്കുന്ന ഇവൻ 3 അശ്വമേധയാഗങ്ങൾ നടത്തും. ഭഗവാൻ മഹാദേവൻ പോലും ഇവന്റെ പരാക്രമം കണ്ട് സന്തുഷ്ടനായി വിശിഷ്ടങ്ങളായ ആയുധങ്ങൾ ദാനമായി കൊടുക്കും. ഇവൻ ധാരാളം ദിവ്യങ്ങളായ ആയുധങ്ങൾ സ്വന്തമാക്കും. ഈ വിധം ഒരു ആകാശവാണി അർജുനന്റെ ജനന സമയത്ത് കേൾക്കാനിടയായി. ഒരിക്കൽ പാണ്ഡു വളരെ രഹസ്യമായി കുന്തിദേവിയെ അരികിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ത്യാഗപൂർണമായ ഒരു കർമ്മം അനുഷ്ഠിക്കണം. അതുകൊണ്ട് നിന്റെ യശസ് വർദ്ധിക്കും. ഇനി ഞാൻ ഒരു കാര്യം നേരിട്ടു തന്നെ പറയാം. മാന്ത്രിക്കും കുഞ്ഞുങ്ങളുണ്ടാകണം. പാണ്ഡുരാജൻ്റെ ഇപ്രകാരമുള്ള ആജ്ഞ കേട്ട് കുന്തിദേവി മാന്ത്രിയോട് പറഞ്ഞു, ദുർവാസാവ് എനിക്ക് ചൊല്ലിത്തന്ന മന്ത്രത്തിൽ ഇനി ഒരവസരം അവശേഷിക്കുന്നു. അത് ഞാൻ നിനക്കു വേണ്ടി സമർപ്പിക്കാം. നീ ഏതെങ്കിലും ഒരു ദേവതയെ ആവാഹനം ചെയ്യുക. ആ ദേവനിൽ നിന്നും നിനക്ക് അനുരൂപനായ ഒരു പുത്രനുണ്ടാകും. ഇങ്ങനെ പറഞ്ഞ് കുന്തിദേവി മാന്ത്രിക്ക് ആ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു. മാന്ത്രി കുന്തി പറഞ്ഞു കൊടുത്ത മന്ത്രം ചൊല്ലി അശ്വിനി കുമാരന്മാരെ സ്മരിച്ചു. അശ്വിനി കുമാരന്മാർ പ്രത്യക്ഷരായി നകുല സഹദേവന്മാരെന്ന ഇരട്ട കുഞ്ഞുങ്ങൾക്ക് മാന്ത്രിയിൽ ജന്മം നൽകി. ആ 2 കുമാരന്മാരും കായബലം കൊണ്ടും മനോഹരമായ രൂപം കൊണ്ടും ഗുണവിശേഷണങ്ങൾ കൊണ്ടും അശ്വിനി കുമാരന്മാരെക്കാളും ഉന്നതരായി കാണപ്പെട്ടു. ശതശൃംഗ പർവ്വതത്തിൽ വസിക്കുന്നവരായ ഋഷിമാർ പാണ്ഡുപുത്രന്മാരെ ആശീർവദിച്ചുകൊണ്ട് അവർക്ക് നാമകരണം ചെയ്തു. യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിങ്ങനെയാണ് അവർക്ക് പേരിട്ടത്. നകുലനും സഹദേവനും ഒഴികെ മറ്റെല്ലാവർക്കും ഓരോ വയസ്സിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു. ഋഷി ദമ്പതിമാരും പാണ്ഡു ദമ്പതികളും പഞ്ചപുത്രന്മാരുടെ ബാലലീലകൾ നന്നായി ആസ്വദിച്ചു. മാദകമായ വസന്തകാലം വന്നടുക്കുന്നു. വൃക്ഷസസ്യലതാദികൾ ആപാദചൂടം പൂത്തുലഞ്ഞു. ആ സമയം പാണ്ഡു മാന്ത്രിയുമായി വനത്തിൽ വിഹരിക്കുകയായിരുന്നു. അവളുടെ സുന്ദരമായ ശരീരകാന്തിയും മിന്നിത്തിളങ്ങുന്ന നേർത്ത വസ്ത്രങ്ങളും മാസ്മരശക്തിയുള്ള പുഞ്ചിരിയും പാണ്ഡുവിനെ വല്ലാതെ മോഹിപ്പിച്ചു. അദ്ദേഹത്തിൽ ഉടലെടുത്ത കാമത്തിൻ്റെ തപ്തഭാവം കാടിനു തീ പിടിക്കുന്നതിന് തുല്യമായിരുന്നു. പാണ്ഡുവിലെ സംയമനത്തിൻ്റെ ചരടുകളെല്ലാം പൊട്ടിത്തെറിച്ചു. ബലാത്കാരമായി തന്നെ അദ്ദേഹം മാന്ത്രിയെ കടന്നു പിടിച്ചു.
കുതറിമാറാൻ ശ്രമിച്ച അവളെ പാണ്ഡു വിട്ടില്ല. ഋഷിശാപം തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം ആ സമയം പാണ്ഡു മറന്നുപോയി. അല്ലെങ്കിൽ വൈദ്യൻ നൽകിയിരുന്ന വിലക്ക് പാണ്ഡു വിസ്മരിച്ചിരിക്കുന്നു. ഇടുത്തിയേറ്റവനെ എന്നതുപോലെ ചേതനയറ്റ് പാണ്ഡു ആ നിമിഷം തന്നെ നിലംപൊത്തി. മരിച്ചു മലർന്നടിച്ചു കിടക്കുന്ന പാണ്ഡുവിൻ്റെ ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ദീനസ്വരത്തിൽ മാന്ത്രി വിലപിക്കുവാൻ തുടങ്ങി. പഞ്ചപുത്രന്മാരുമായി നിലവിളി കേട്ട സ്ഥലത്തേക്ക് കുന്തി ഓടിയെത്തി. പുത്രന്മാരും കുന്തിയും അടുത്തെത്താറായപ്പോൾ മാന്ത്രി വിളിച്ചു പറഞ്ഞു, മക്കളെ അവിടെ നിർത്തിയിട്ട് പ്രിയ സഹോദരി അവിടുന്ന് മാത്രം ഇങ്ങോട്ട് വരൂ. കാര്യം പന്തികേടാണെന്ന് കുന്തിക്ക് ബോധ്യപ്പെട്ടു. അവളും അലമുറയിട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. എൻ്റെ പതിദേവനെ ഞാനെന്നും രക്ഷിച്ചു നിർത്തിയിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം എല്ലാം മറന്നുപോയോ? അവിടുന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ചെവിക്കൊണ്ടില്ലേ? എന്തു പറ്റി മാന്ത്രി, നിനക്ക് എന്തു പറ്റി? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കുന്തി നിലവിളിച്ചു. അത് കേട്ടപ്പോൾ മാന്ത്രി നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി, ഞാൻ കിണഞ്ഞു പരിശ്രമിച്ചു, എന്നാൽ അദ്ദേഹത്തെ നിയന്ത്രിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ കുന്തി പറഞ്ഞു, ശരി, കാര്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീ ഇവിടെ നിന്നും എഴുന്നേൽക്കുക. പാണ്ഡുദേവന്റെ ശരീരം ഇവിടെ ശയിപ്പിച്ച് ഇങ്ങോട്ട് പോരുക. ഇന്നു മുതൽ നീയാണ് ഈ 5 പേരുടെയും അമ്മ. ഇവരെ സംരക്ഷിച്ച് ജീവിതം കഴിച്ചുകൊള്ളുക. ഭാര്യമാരിൽ ഞാനാണ് മൂത്തവൾ, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പൊയ്ക്കൊള്ളാം. അപ്പോൾ മാന്ത്രി അറിയിച്ചു, പ്രിയ സഹോദരി, നമ്മുടെ ധർമാത്മാവായ പാണ്ഡുദേവനോടൊപ്പം ഞാൻ തന്നെയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത്. അതിനു ഭവതി എന്നെ അനുവദിക്കണം. അവിടുന്ന് സ്വന്തം പുത്രന്മാരെ പോലെ തന്നെ എൻ്റെ പുത്രന്മാരെയും കാണണം. ഞാൻ കാരണമാണല്ലോ അദ്ദേഹത്തിന് മൃത്യു വരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പോകണം. അങ്ങനെ ചിതകൂട്ടി തൻ്റെ പതിയുടെ ശവശരീരം അതിൽ വെച്ച് മാന്ത്രിയും ആ ചിതയിൽ വെന്തടങ്ങി. പാണ്ഡു തീപ്പെട്ടത് കണ്ട് ദിവ്യജ്ഞാനമുള്ളവരായ മഹർഷിമാർ പരസ്പരം പറഞ്ഞു, യശസ്വിയായ മഹാത്മാ പാണ്ഡു തൻ്റെ രാജ്യവും പ്രതാപവുമെല്ലാം കൈയൊഴിഞ്ഞ് തപസ്സു ചെയ്യുന്നതിനു വേണ്ടി ഈ തപോഭൂമിയെ ശരണം പ്രാപിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെയും യുവതിയായ ഭാര്യയെയും ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ഒരു കാര്യമേ ചെയ്യുവാനുള്ളൂ. പാണ്ഡുവിൻ്റെ ചിതാഭസ്മമെടുത്ത് കുട്ടികളെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഹസ്തിനാപുരത്തിലെത്തിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ധർമ്മമേ ഇനി ആചരിക്കേണ്ടതായിട്ടുള്ളൂ. ഋഷിമാർ ഭീഷ്മരുടെയും ധൃതരാഷ്ട്രരുടെയും കൈകളിൽ പാണ്ഡവരെയും കുന്തിയെയും സമർപ്പിക്കുന്നതിന് യാത്ര തിരിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഹസ്തിനാപുരത്തിൻ്റെ കവാടത്തിൽ എത്തിച്ചേർന്നു. സർവജനങ്ങളും കുമാരന്മാരെ കാണുന്നതിനായി അവിടെ എത്തിച്ചേർന്നു. ഭീഷ്മരും ധൃതരാഷ്ട്രരും വിതുരരും സത്യവതിയും ഗാന്ധാരിയും ദുര്യോധനനും എല്ലാവരും അവിടെ എത്തി. അവരെല്ലാവരും മഹർഷിമാരെ യഥായോഗ്യം പ്രണമിച്ച് സ്വീകരിച്ചു. ആൾക്കൂട്ടത്തിൻ്റെ കോലാഹലം ഒന്നടങ്ങിയപ്പോൾ ഭീഷ്മർ ഋഷിമാരെ പ്രത്യേകം സൽക്കരിക്കുകയും രാജ്യത്തിൻ്റെ സമാധാനപരമായ അവസ്ഥ ബോധിപ്പിക്കുകയും ചെയ്തു. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി മുനിമാരിൽ ഒരു ധന്യൻ എഴുന്നേറ്റു നിന്ന് പറയുവാൻ തുടങ്ങി. കുരുവംശശ്രേഷ്ഠനായ പാണ്ഡു മഹാരാജാവ് വിഷയാസക്തി വെടിഞ്ഞ് ശതശൃംഗ പർവ്വതനിരകളിൽ തപസ്സനുഷ്ഠിച്ചുകൊണ്ട് കഴിയുകയായിരുന്നു. പാണ്ഡുരാജൻ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുകയായിരുന്നു എങ്കിലും ദിവ്യമന്ത്രങ്ങളുടെ പ്രഭാവം നിമിത്തം ധർമ്മരാജനിൽ നിന്നും യുധിഷ്ഠിരനും വായുവിൽ നിന്നും ഭീമസേനനും ഇന്ദ്രനിൽ നിന്നും അർജുനനും അശ്വനി കുമാരന്മാരിൽ നിന്നും നകുല സഹദേവന്മാരും കുന്തിക്കും മാന്ത്രിക്കും മക്കളായി പിറന്നു. ആദ്യത്തെ 3 പേരെ പ്രസവിച്ചത് കുന്തിയും പിന്നീടുള്ള 2 പേരെ പ്രസവിച്ചത് മാന്ത്രിയുമാണ്.
കുട്ടികൾ സമർത്ഥരായി വളർന്നു വരുന്നതും വേദാധ്യയനം നടക്കുന്നതുമെല്ലാം പാണ്ഡു കണ്ടു. അദ്ദേഹം വളരെയധികം സന്തോഷവാനായിരുന്നു. എന്നാൽ 17 ദിവസം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. മാന്ത്രിയും സതി അനുഷ്ഠിച്ച് അദ്ദേഹത്തെ അനുഗമിച്ചു. ഇനിയിപ്പോൾ യോഗ്യമായത് എന്താണോ അത് ഭവാന്മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു കലശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഋഷിമാർ പറഞ്ഞു, ഇത് പാണ്ഡുവിൻ്റെ അസ്ഥി കലശമാണ്, ഇത് മാന്ത്രിയുടെ അസ്ഥി കലശവും. കുട്ടികളെ ചൂണ്ടി വീണ്ടും അവർ പറഞ്ഞു, ഇവർ പഞ്ചപാണ്ഡവർ. ഭവാന്മാർ ഈ പാണ്ഡുപുത്രന്മാരോടും ഇവരുടെ അമ്മയോടും കാരുണ്യം കാട്ടണം. പ്രേതകാര്യാദികൾ ചെയ്തു തീർത്തതിനു ശേഷം പാണ്ഡുവിന് വേണ്ടി ഒരു പിതൃമേധവും നടത്തണം. ഇത്രയും പറഞ്ഞ് ആ ഋഷിയും സഹയാത്രികരായ മറ്റു ഋഷിമാരും അപ്രത്യക്ഷരായി. ഈ ഋഷിമാർ ഗന്ധർവ നഗരത്തിൽ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും എന്നു കരുതി കണ്ടവർ ആശ്ചര്യം പൂണ്ടു. ഈ സമയം രാജാവായ ധൃതരാഷ്ട്രർ വിതുരരോട് കൽപ്പിച്ചു, വിതുരരെ, നിങ്ങൾ മഹാരാജാവായ പാണ്ഡുവിൻ്റെയും മഹാറാണിയായ മാന്ത്രിയുടെയും അന്ത്യകർമ്മങ്ങൾ രാജോചിതമായ നിലയിൽ നിർവഹിക്കുക. സ്വർണം, പശു, വസ്ത്രം, അന്നം ഇവയെല്ലാം വേണ്ടും വണ്ണം ദാനം ചെയ്യട്ടെ. അങ്ങനെ ധൃതരാഷ്ട്രരുടെ ആജ്ഞ മാനിച്ച് ഭീഷ്മരുടെ ഒത്താശയോടുകൂടി ഗംഗയുടെ പാവനമായ തീരത്ത് അദ്ദേഹം വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു. ആ വേളയിൽ പാണ്ഡുവിൻ്റെ വിയോഗം കൊണ്ടുള്ള ദുഃഖത്താൽ ധാരാളം പേർ കണ്ണുനീർ പൊഴിക്കുന്നുണ്ടായിരുന്നു. അവരെയെല്ലാം മന്ത്രിമാർ ആശ്വാസവചനങ്ങൾ കൊണ്ട് ശാന്തരാക്കി. പാണ്ഡവന്മാരും അടുത്ത ബന്ധുക്കളും ബ്രാഹ്മണന്മാരും പുരവാസികളും 12 ദിവസത്തോളം വെറും തറയിൽ ശയിച്ച് വേണ്ട കർമ്മങ്ങൾ ചെയ്തു. വീണ്ടും ബ്രാഹ്മണർക്ക് അന്നപാനാദികളും രത്നങ്ങളും പശുക്കളുമെല്ലാം ദാനമായി കൊടുത്തു. അന്ത്യക്രിയകൾ ആചാരപ്രകാരം സമാപ്തമാക്കിയതിനു ശേഷം പാണ്ഡവരും കുന്തിയും മറ്റു ബന്ധുജനങ്ങളോടൊപ്പം ഹസ്തിനാപുരത്തിലേക്ക് തിരിച്ചു വന്നു. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ കഥാഭാഗങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ കാണണം. അങ്ങനെ കണ്ടാൽ ഒരിക്കലും നമ്മൾ പിന്നെ ഈ കഥകളൊന്നും മറന്നു പോകില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.